വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജ്ഞാനസ്നാനം. അന്നൊരിക്കൽ യേശു ഗലീലിയായിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനം സ്വീകരിച്ചുകൊണ്ടാണ് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. യേശുവിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സമാരംഭിക്കുന്നതിന് തക്കതായിട്ടുള്ള പശ്ചാത്തല ഒരുക്കങ്ങൾ യോഹന്നാന്റെ പ്രവൃത്തികൾ മൂലം നിവർത്തിതമായിരിക്കുന്നു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ യേശു ഔപചാരികമായ രീതിയിൽ തന്നെ തന്റെ ദൗത്യം ജനങ്ങളുടെ ഇടയിൽ ആരംഭിക്കാൻ നിശ്ചയിക്കുകയാണ്. ഗാലിലയിലെ ചെറുപട്ടണമായ നസറത്തിൽ നിന്ന് യേശു യോർദാൻ നദീതീരത്തേക്ക് കടന്നു വരികയും അവിടെ ഉണ്ടായിരുന്ന തന്റെ മുൻഗാമിയായിട്ടുള്ള യോഹന്നാൻ മാംതാനയിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുകൊണ്ട് തന്റെ ദൗത്യത്തിന് ആരംഭം കുറിക്കാമെന്ന് യേശു നിശ്ചയിക്കുന്നു. യോഹന്നാനിൽ നിന്ന് യേശു സ്നാനം സ്വീകരിക്കുന്നതിനിടയിൽ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും യോഗ്യമായ അംഗീകാരത്തിൻ്റെതായിട്ടുള്ള പ്രകടനങ്ങളാണ് അവിടെ ദൃശ്യമാകുന്നത്. സുവിശേഷകനായ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, പിതാവിൻ്റെതായിട്ടുള്ള വാക്കുകൾ ശ്രവിക്കപ്പെടുന്നു. ഇവനെ ശ്രവിക്കുവിൻ, ഇവനാണ് എന്റെ പ്രിയപ്പെട്ട പുത്രൻ എന്ന രീതിയിൽ യേശുവിന്റെ ആ സ്നാന പ്രക്രിയ പിതാവിന്റെ പരിപൂർണമായ അംഗീകാരത്തോടു കൂടിയാണ് നടക്കുന്നത് എന്ന് അനുവാചകരെ ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ വളരെ ആഘോഷപൂർവമാണ് തന്റേതായിട്ടുള്ള രക്ഷാകരമായ ദൗത്യത്തിന് ആരംഭം കുറിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ സാക്ഷിപത്രം, അതോടുകൂടി തന്നെ അരൂപിയായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഒരു പ്രാവിന്റെ രൂപത്തിൽ അവിടെ സംജാതമാകുന്നു. അങ്ങനെ പുത്രന്റെ ആ വലിയ ദൗത്യം പിതാവിന്റെയും അരൂപിയുടെയും സാന്നിധ്യത്തിൽ പുത്രനെ എല്ലാവിധ അംഗീകാരത്തോടും കൂടെ ദൗത്യം നിർവഹണത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് യേശുവിന്റെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.